യൂത്ത് ലീഗിന്റെ പ്രകടനമുണ്ട്. നമുക്ക് ഒന്നുകൂടി ആ ദൃശ്യങ്ങൾ, ഈ അക്രമത്തിന്റെ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കാട്ടിക്കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകർ കാണുന്നത് നന്നാകും. കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ കോർപ്പറേഷൻ ഈ കൗൺസിൽ യോഗം ചേർന്ന സ്ഥലത്ത് കിരൺ ഉണ്ട്. കിരണിന്റെ ഒപ്പം ചില പ്രതിപക്ഷ കൗൺസിലർമാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെന്താണ് ഈ കയ്യാങ്കളിക്ക് വിശദീകരണമായി പറയുന്നത്? നമുക്ക് കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ സമയമാണ്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള കയ്യാങ്കളിലേക്ക് കിട്ടുന്നത് ഭരണം പ്രതിപക്ഷ നാണക്കേട് തന്നെയല്ലേ? തീർച്ചയായും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ചർച്ച അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് CPM-ന്റെ നേതാവ് കൂടിയായ ബാബുരാജ് കയറി ഈ കയ്യേറ്റത്തിന് മുതിർന്നിരിക്കുന്നത്. അവർക്കിതൊന്നും ബാധകമല്ല. അവർക്ക് കോവിഡ് ഒരു പ്രശ്നമല്ല. ആ കോവിഡ് പ്രശ്നമാണെങ്കിൽ ഒരിക്കലും ഇത്തരം സംഭവവികാസം ഇവിടെ അരങ്ങേറുകയില്ല. കാരണം ഇതിനാണ് വലിയ അജണ്ടകൾ നമ്മൾ ചർച്ച ചെയ്ത് തീർക്കുന്നതാണ്. ഇവിടെ ചില രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ ഇത്തരം നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്.